ലോകകപ്പിന് ശേഷം ജൂലൈ 6 മുതൽ ഇന്ത്യയുടെ സിംബാബ്വെ പര്യടനം ആരംഭിക്കുകയാണ്. 5 T20 മത്സരങ്ങൾ ഉൾപ്പെടുന്ന പരമ്പരയാണിത്. മത്സരങ്ങൾ ടിവിയിൽ DD സ്പോർട്സ് ചാനലിലും ലൈവ് സ്ട്രീമിംഗിൽ ഫാൻഗോഡ് ആപ്പിലും കാണാൻ സാധിക്കും. ലോകകപ്പിന് ശേഷം രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ കോച്ച് സ്ഥാനം ഒഴിയുകയാണ്. അടുത്ത കോച്ചായി വരുന്ന ഗൗതം ഗംഭീർ ജൂലൈ അവസാനം മാത്രമേ ടീമിനൊപ്പം ചേരൂ. അതായത് ശ്രീലങ്കൻ പര്യടനം മുതലേ ഗംഭീർ കോച്ചായി സ്ഥാനമേൽക്കൂ. സിംബാബ്വെ പര്യടനത്തിൽ ഇന്ത്യയുടെ കോച്ച് VVS ലക്ഷ്മണനാണ്. IPL-ൽ മികച്ച പ്രകടനം നടത്തിയ താരങ്ങൾക്ക് ഈ പര്യടനത്തിൽ ദേശീയ ടീമിലേക്ക് ഇടം ലഭിക്കും. റിയാൻ പരാഗ്, അഭിഷേക് ശർമ്മ, നിതീഷ് റെഡ്ഡി, യശ് ദയാൽ, ഹർഷിത് റാണ എന്നിവർക്കൊക്കെ അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട്. ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവരിൽ ഒരാൾ വഹിക്കും. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജുവിനെ പരിഗണിക്കുമെങ്കിലും കളിക്കാൻ അവസരം കൊടുക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ജിതേഷ് ശർമ്മ ടീമിലുണ്ടെങ്കിൽ അദ്ദേഹത്തിനാവും കീപ്പിംഗ് സ്ഥാനത്ത് അവസരം നൽകുക. അതാണ് ഇപ്പോൾ കണ്ടുവരുന്ന രീതിയും. ജൂൺ 22-നോ 23-നോ ടീമിനെ പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം.